ഒരു ഉപകാരം ചെയ്ത ശേഷം എന്നെ ക്രൂശിക്കുക ഈ വ്ളോഗർമാര്, യൂട്യൂബേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, വാളെടുക്കുന്നവരെല്ലാം ഊരാളികൾ എന്ന് പറഞ്ഞ പോലെ ബിഷപ്പ് നോബൽ ഫിലിപ്പിന്റെ ഒരു ഫോട്ടോ, രേണുവിന്റെ ഒരു ഫോട്ടോ, രാഹുൽ ദാസിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അവർക്ക് ബോധിച്ചതെല്ലാം എഴുതി പിടിപ്പിക്കുക. അടിയിൽ മുഴുവനും എന്നെ തെറി വിളിച്ചോണ്ടുള്ള കമന്റുകൾ എഴുതിക്കോളൂ. വീഡിയോ ഇടേണ്ടവരോട് ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾക്ക് ഇനി ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇന്റർവ്യൂവിനെ ബേസ് ചെയ്ത് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. എന്തുകൊണ്ട് ഈ ഒരു ഇന്റർവ്യൂവിന് ഞാൻ 2 പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ടിന് ലെങ്ത് കൂടിപ്പോയി, ഏകദേശം 22 മിനിറ്റ് ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് അത് ചെയ്യാൻ ഉദ്ദേശിച്ച കണ്ടന്റ് എനിക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് ഞാനിത് 2 പാർട്ടായിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, പറ്റുന്നവരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് ഒരു കമൻറ്റ് ഞാൻ കുറച്ച് മുമ്പ് ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു കമൻറ്റ് ഇപ്രകാരമായിരുന്നു: ബിഷപ്പ് നൽകിയ ഈ ഒരു ഭൂമി കിച്ചുവിന് ആവശ്യമില്ല, അത് ഋതപ്പൻ എടുത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന കമൻ്റാണ്. ആ ഒരു കമൻ്റ് ഇട്ട വ്യക്തിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ഭൂമിയുടെ കാര്യത്തിൽ ഇപ്പോൾ യാതൊരു തീരുമാനം എടുക്കാനുള്ള അവകാശം കിച്ചു എന്ന രാഹുൽ ദാസിനില്ല. ഞാനത് ഓൾറെഡി എൻ്റെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയ്ക്കകത്ത്. കാരണം ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായ ശേഷമേ ഈ ഒരു വസ്തുവിൻ്റെ മേളിൽ ഈ ഒരു കുടുംബത്തിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അതുവരെ ഇതിൻ്റെ കസ്റ്റോഡിയൻ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികനാണ്. അങ്ങനെയാണ് ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കാനുള്ള അവകാശം പോലും കിച്ചു എന്ന് പറയുന്ന വ്യക്തിക്കില്ല. ഒരുപക്ഷെ നാളെ ഋതപ്പം വളർന്നു വലുതായി ഒരു 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് കിച്ചുവിന് ഈ ഭൂമി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അന്നേരം ഇവർ തമ്മിലൊരു എഗ്രിമെന്റ് തയ്യാറാക്കി ഈ ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം കംപ്ലീറ്റ് ആയിട്ട് ഋതപ്പന് നൽകാം. അല്ലാതെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് ഈ പറയുന്ന കിച്ചു എന്ന രാഹുൽ ദാസിന് ഇല്ല. എന്നാലും നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിന്റെ പ്രസക്തമായിട്ടുള്ള ഈ ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. ഒക്കെ പറയുന്നത്, അതായത് നമുക്ക് കമന്റ്സ് ഒക്കെ കൂടുതൽ വരുന്നത് എന്താന്ന് വെച്ചാല്, ഈ രേണുസുതി ഇപ്പം ദൈവത്തിന്റെ പാതയിലേക്ക് എന്തായാലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ചിലപ്പം ഇങ്ങനത്തെ ഒരു ക്യാൻസർ അസുഖം കാരണം കൊണ്ടായിരിക്കും ദൈവം അങ്ങനെ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും അല്ല, പക്ഷെ അത് അങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മുടെ എല്ലാവരുടെ ഒരു വിശ്വാസം. അതെ. അപ്പം ഫാദർ എപ്പോഴെങ്കിലും ഈ ഒരു ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് രേണുസുദിനെ അല്ലെങ്കിൽ രേണുസുദിയുടെ മോനെ കിച്ചുവിനെ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, രേണുസുദിയുടെ മകൻ രാഹുൽ ദാസിന്റെ നമ്പർ എന്റെ കയ്യിലില്ല. എനിക്ക് വിളിക്കാനായിട്ടുള്ള സന്ദർഭങ്ങളില്ല. മാത്രമല്ല, ഞാൻ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത് ഒരു വിഭാഗം യൂട്യൂബേഴ്സ് ആയിട്ടുള്ള വ്ളോഗേഴ്സ് ആണ് അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത്. അവരോടാണ് അദ്ദേഹം ആശയവിനിമയങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന അനുസരിച്ചാണല്ലോ ഇപ്പൊ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ അദ്ദേഹം ആരുടെ ഉപദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. കാരണം ചിലർ ഇങ്ങനൊരു കമന്റ്സ് ഇട്ടു, ആ കുട്ടി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് ബിഷപ്പ് കോർണർ ചെയ്യുന്നത്. എന്തിന്? രാഹുൽ ദാസിന്റെ പേര് തന്നെ ഞാൻ എടുത്തു പറയാൻ കാര്യം, അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതിൽ എനിക്ക് എന്നാ പ്രോബ്ലം? അദ്ദേഹത്തിന്റെ പിതാവിന്റെ മതത്തിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പ്രകാരം പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിളിച്ചൊരു ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ ഇതിപ്പോ നമ്മുടെ മലയാളികളുടെ സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. എവിടെയെങ്കിലും നമ്മൾ തോക്കുമെന്നാവുമ്പോഴത്തേക്ക് അവിടേക്ക് ജാതിയും മതവും കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കും. എന്നിട്ട് നമ്മൾ എല്ലാവരും പറയും മതേതര കേരളമാണ്, ഇവിടെ വർഗീയതയ്ക്ക് ഇടമില്ലെന്ന്. പക്ഷെ നമ്മൾ തോൽക്കുന്ന പല സിറ്റുവേഷനിലും അവിടെ കൊണ്ടുവന്ന് ജാതി, മതം, വർണ്ണം, അങ്ങനെ സകല സാധനങ്ങളും കൊണ്ട് കുത്തിക്കയറ്റും. അത് മലയാളിയുടെ ഒരു സഹജമായിട്ടുള്ള വാസനയാണ്, അതൊരിക്കലും മാറില്ല. ഈ ഒരു കാര്യത്തിലാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള ആളുകൾ പരാജയപ്പെട്ടു പോയത്. അവരിവിടെ നിന്ന് തുടച്ചു നീക്കുവാൻ പരിശ്രമിച്ച ജാതീയതയും മതവും എല്ലാ കാര്യങ്ങളും ഇന്നും ഇവിടെയുണ്ട്. അയിത്തം മാത്രമേ ഇവിടെ ഇന്ന് നിലനിൽപ്പില്ലാതെ ഉള്ളൂ. അതായത് പബ്ലിക്കിലില്ല, പക്ഷേ ഇന്നും അയിത്തം മനസ്സിൽ കയറുന്ന ഒത്തിരിയധികം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിനൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവാണെങ്കിലും മന്നത്ത് പത്മനാഭനാണെങ്കിലും അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികളാണെങ്കിലും അയ്യങ്കാളിയാണെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ പരാജയപ്പെട്ടവരാണ്. അവരൊരിക്കലും വിജയിച്ചിട്ടില്ല. അവരുടെ ലക്ഷ്യങ്ങളൊന്നും തന്നെ നിറവേറ്റപ്പെട്ടിട്ടില്ല. സോ എന്നാലും നമുക്ക് ബാക്കികൾ കാണാം. പ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ പല ഇഷ്യൂസ് കേൾക്കുന്നു. മാത്രമല്ല, അവരുടെ വീട്ടിലും ചില പ്രയാസങ്ങൾ നേരിട്ടതായിട്ട് സമൂഹത്തിൽ വാർത്തകൾ വന്നല്ലോ. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കണ്ടു കാണും, പല വാർത്തകൾ വന്നായിരുന്നു. മേജറായ ചില ഇഷ്യൂസ് അവരുടെ വീട്ടിലുണ്ടാകുന്നതായിട്ട് വാർത്തകൾ കേട്ടല്ലോ. ആ സന്ദർഭത്തിൽ എനിക്ക് നേരിട്ട് വിളിച്ചു പറയാൻ നമ്പറുകളില്ല. ഞാനപ്പോൾ ഒരു
ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്തൊരു ജ്യേഷ്ഠൻ അനുജനെ വഴക്ക് പറയുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത് ആരാണ്? മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഞാനും രേണുസുധിയും തമ്മിൽ മുഖാമുഖം പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മൊത്തം സോഷ്യൽ മീഡിയയിലായിരുന്നു ഭയങ്കരമായ ഒരു വഴക്കും പ്രശ്നങ്ങളും നടന്ന് എന്റെ ഭാഗം ഞാൻ പറയുന്നു, അവരുടെ ഭാഗം അവർ പറയുന്നു. അങ്ങനെ ഒരു വലിയ 2 വർഷം അതങ്ങനെ പോയി. എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ ദാസുമായിട്ട് ഞാൻ മുഖാമുഖം കണ്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഞാൻ അവരെ വിളിച്ച് അഡ്വൈസ് ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ഒരു ഇന്റർവ്യൂ ചെയ്ത ചാനൽ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞത് ഇനിയും ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വാണിംഗ് ആയിട്ട് ആ പയ്യന് തോന്നിയെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. കാരണം അതുപോലെ ഇതിനകത്ത് ഇപ്പൊ ഉള്ള സത്യം പറയാം, ഈ രേണുസുധിയും കിച്ചുവും തമ്മിലുള്ള ഇഷ്യൂ ആണെങ്കിലും രേണുസുധിയും അച്ഛനും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്യൂ ആണെങ്കിലും ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിട്ട് അത് വളരെയധികം കോൺട്രവേഴ്സികളാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കണ്ടാൽ കടിച്ചിരുന്ന സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നതിൽ ഇവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന രേണു ആണെങ്കിലും കിച്ചു ആണെങ്കിലും ഇപ്പോൾ ഈ ബിഷപ്പ് ആണെങ്കിലും ആരും ഒട്ടും പിന്നോട്ടല്ല. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയങ്ങളെ ഈ 3 വ്യക്തികൾക്കിടയിലുള്ളൂ. അത് പണ്ട് രേണുവും അച്ഛനും തമ്മിൽ നടന്ന ഫൈറ്റിനകത്താണേലും അതേപോലെ തന്നെ ഇപ്പൊ കിച്ചുവും രേണുവും അതേപോലെ തന്നെ അച്ഛനും തമ്മിൽ നടക്കുന്ന ഈ ഫൈറ്റ് ഇതിനകത്താണെങ്കിലും ഇവർ തമ്മിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയമുള്ളൂ. എന്തുകൊണ്ട് ഇപ്പോൾ രേണുവും അച്ഛനും തമ്മിൽ സഹകരിച്ചു പോകുന്നു? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അവർ തമ്മിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. ആ പറഞ്ഞു തീർത്താൽ തീരുന്ന വിഷയങ്ങളെ ഇതിനകത്തുള്ളൂ. അല്ലാതെ ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ടോപ്പിക്കായി വലിയ ചർച്ചകളാകാണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു ജല കരാറൊന്നും അല്ല. അതായത് ഇവിടുന്നുള്ള വെള്ളം കിട്ടാതെ അവിടെ ഉള്ളവന്മാർ ചത്തുപോകാണ്ട് ഇത് സിന്ധു നദി കരാറൊന്നും അല്ല. ഇത് വെറും ഒരു ഫാമിലി പ്രോബ്ലം, അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് അറിയാവുന്ന 1-2 വ്യക്തികൾ തമ്മിലുള്ള ഇഷ്യൂസ്. ഇത് ഇവർ പരസ്പരം പറഞ്ഞു തീർത്താൽ അങ്ങ് തീരുന്ന വിഷയമാണ്. പക്ഷെ ഇവർക്ക് അതിനുള്ള സാഹചര്യം ഒത്തു വരുന്നില്ല. ഇവരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലോട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു വിടുന്നത്. സോ അതിവിടെ കിടന്ന് ഇങ്ങനെ ഉൾട്ടയടിച്ചുകൊണ്ടിരിക്കും. പലർക്കും പല പല രീതിയിൽ കണ്ടന്റ് ആവും. പണ്ട് അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് കട്ട് ചെയ്ത് വീണ്ടും എടുത്തുകൊണ്ട് വന്നിച്ച് അച്ഛൻ്റെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂസിന്റെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിനകത്തെല്ലാം ഒരു കോമഡി ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം. എൻ്റെ കമന്റ് ബോക്സിൽ പോലും വന്നിച്ച് അച്ഛൻ്റെ പദവിയെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമന്റ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അച്ഛൻ അതിനെതിരെ ഒരു നിയമ നടപടിയായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഈ ആ ഐ ഡി ഒന്ന് കളക്ട് ചെയ്ത ശേഷം അച്ഛൻ അതുമായിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന കമന്റിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എടുത്തുകൊണ്ട് അച്ഛനൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും. എനിക്കതിനകത്ത് ഉത്തരവാദിത്തമില്ല, കാരണം ഞാൻ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനെ ആവശ്യമില്ലാത്ത പേരുകൾ പറയുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്കാണ്. അതിപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും അച്ഛനൊരു ഡീഫർമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ ആവശ്യപ്പെടുന്ന ക്യാഷ് നിങ്ങൾ അദ്ദേഹത്തിന് നൽകേണ്ടതായിട്ട് വരും. അതാണ് നിയമം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളെ അപമാനിച്ചുകൊണ്ട് കമന്റ് ഇടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ചില ഇഷ്യൂസ് ഉണ്ട്, ഇനിയും പല കാര്യങ്ങളും സമൂഹത്തിൽ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയിച്ച് പറയണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ ആവശ്യം എനിക്ക് എന്താണ്? ഇപ്പൊ എന്നോട് ചോദിച്ച ഒരു കാര്യമേ ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ മുൾമുനയിൽ നിർത്താനുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഉണ്ടോ? അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് വീട് എഴുതി തിരിച്ചു മേടിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് വേണ്ട. അദ്ദേഹത്തിന് എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷത്തോടെ വെച്ചുകൊടുത്ത വീടാണ് 2 അനുജനും ജ്യേഷ്ഠനുമായിട്ട്. അത് അവരുടെ പേരിൽ തന്നെ അങ്ങനെ നിലനിൽക്കുന്നു. പിന്നെ എനിക്ക് പൊതുസമൂഹത്തോട് ഒരു കാര്യം പറയാനുണ്ട്. ദയവായി നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ വെയറബൌട്ട്സ് അറിഞ്ഞിട്ടേ ദയവായി നിങ്ങൾ സഹായിക്കാവൂ. ഞാൻ പൊതുസമൂഹത്തോട് ഈ വ്യൂവേഴ്സിനോടാ പറയുന്നത്. നമ്മളിപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്ന സമയത്ത് എനിക്ക് അബദ്ധം പറ്റിപ്പോയത് എന്ന് വെച്ചാൽ, അബദ്ധം എന്നുള്ള വാക്ക് പറയാൻ കാര്യം, ഇവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് ഇപ്പൊ മോനും എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരേണ്ടി വന്നു. അതേസമയം നമ്മൾ ആർക്കെല്ലാം സഹായങ്ങൾ എവിടെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരും തിരക്കി വന്ന് ഇതുപോലൊരു ഇന്റർവ്യൂ ചെയ്യാറില്ല. ദയവായി 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 ഇതുപോലുള്ള അത് സത്യം കേട്ടോ. അച്ഛൻ പലർക്കും ഭൂമിയും മറ്റു കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അതൊന്നും ഒരു വാർത്തയായിട്ടില്ല. പക്ഷെ കൊല്ലസുധിയുടെ കുടുംബത്തിന് നൽകിയ ഈ ഒരു ഭൂമി അത് നാളുകൾ ഇത്രയായിട്ട് പോലും അച്ഛനെ വാർത്തകളിൽ നിറഞ്ഞു നിർത്താൻ സഹായിക്കുന്നുണ്ട്. അത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഈ പാവത്തിന് കിട്ടുന്നതെന്നാണ് ഉള്ള സത്യം. കാരണം ഉള്ള കാര്യം ഞാൻ പറയാം, സ്വന്തം പൂർവികരായിട്ട് ഇദ്ദേഹത്തിന് കൈമാറി കൊടുത്ത ഭൂമി, അതിൽ നിന്നൊരു വിഹിതം 2 കുട്ടികൾക്ക് തല ചായ്ക്കാൻ ഒരു ഇടമാകട്ടെ എന്ന് കരുതി വിട്ടു നൽകിയ ഈ പുരോഹിതൻ ഇന്നും അന്നും ഇനിയിപ്പം നാളെയും ഒരു പക്ഷേ ഈ സമൂഹത്തിന്റെ മുന്നിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കും. അച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു പാപം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഉള്ള സത്യം പറയാം. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന ഇതുപോലുള്ള
എങ്ങനെയുള്ള സെലിബ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രശ്നക്കാരായ സെലിബ്രിറ്റികളെ വാർത്തെടുക്കാൻ ശ്രമിക്കുകയോ അവരെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് പൊതുസമൂഹത്തിന് ഒരു ഗുഡ് മെസ്സേജ് ഇല്ല. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് അനുഭവിക്കുന്ന ബ്ലഡ് പ്രഷർ, എന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് എനിക്ക് അനുഭവിക്കേണ്ട പിതൃകുടുംബത്തിൽ ലഭിച്ച പിതൃസ്വത്ത് ഞാൻ സ്വമനസാലെ സന്തോഷത്തോടെ എഴുതി കൊടുത്ത ശേഷം ഞാൻ ഇന്നലെ രാത്രിയിലും ഹൈ ബി പി ആയി. ഇന്ന് ഞാൻ BP-യിലാണ്. എന്തുകൊണ്ട്? ഒരു ഉപകാരം ചെയ്ത ശേഷം എന്നെ ക്രൂശിക്കുക ഈ വ്ളോഗർമാര്, യൂട്യൂബേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, വാളെടുക്കുന്നവരെല്ലാം ഊരാളികൾ എന്ന് പറഞ്ഞ പോലെ ബിഷപ്പ് നോബൽ ഫിലിപ്പിന്റെ ഒരു ഫോട്ടോ, രേണുവിന്റെ ഒരു ഫോട്ടോ, രാഹുൽ ദാസിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അവർക്ക് ബോധിച്ചതെല്ലാം എഴുതി പിടിപ്പിക്കുക. അടിയിൽ മുഴുവനും എന്നെ തെറി വിളിച്ചോണ്ടുള്ള കമന്റുകൾ എഴുതിക്കോളൂ. വീഡിയോ ഇടേണ്ടവരോട് ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾക്ക് ഇനി ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. നിങ്ങൾ നെഗറ്റീവ് വീഡിയോസ് ഇട്ടോ, എനിക്കൊന്നും പോകാനില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്കൊന്നും പോകാനില്ല അങ്ങനെ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് തന്നെ ഇത് തിരിഞ്ഞു വരും. കർമ്മ നിങ്ങൾക്ക് തിരിഞ്ഞു കിട്ടും. നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ക്രൂശിക്കുന്ന, ഞാനൊരു പയ്യനെ ക്രൂശിച്ചു എന്നാണ്, ഒരു പയ്യനെ കർമ്മയൊന്നും ആവശ്യമില്ല അച്ഛോ. അച്ഛനൊരു ഡീഫോർമേഷൻസ് കൂട്ട് അങ്ങ് ഫയൽ ചെയ്ത് കഴിയുമ്പോഴല്ലോ ഈ വീഡിയോ ചെയ്യുന്ന ആളുകളും അതേപോലെ തന്നെ ഇതിന് താഴെ വന്നിട്ട് അച്ഛന്റെ സ്ഥാനമാനങ്ങളെ പോലും അപമാനിച്ചുകൊണ്ട് കമന്റ് ഇടുന്ന ആളുകളുണ്ടല്ലോ, കോടതി കയറി ഇറങ്ങും. അത് സത്യാവസ്ഥയാണ്. ഞാനത് പറഞ്ഞ് ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളൊക്കെ അപമാനിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്ന ആളുകളും അതേപോലെ തന്നെ അതിന് താഴെ കമന്റ് ഇടുന്ന ആളുകളും ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളെ ആരെയും കണ്ടെത്താണ്ട് ഒരു പാടുമില്ല. വീഡിയോ ചെയ്യുന്നവരെ പ്രത്യേകിച്ച് അവരുടെ ഫേസും കാര്യങ്ങളും എല്ലാം വീഡിയോയ്ക്കകത്തുണ്ട്. പക്ഷേ ഈ കമന്റ് ഇടുന്നവർ സേഫ് ആണ് എന്ന് കരുതിയിരുന്നു കഴിഞ്ഞാൽ തെറ്റി. ഈ ഒരു IP അഡ്രസ്സ് നിങ്ങളുടെ ഫോണിനെ കണ്ടെത്തണമെങ്കിൽ വലിയ റിസ്ക് ഒന്നുമില്ല. നിങ്ങൾ ആ കമന്റ് ഇടുന്നതിൽ ആ സ്ക്രീൻഷോട്ട് എടുക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ കമന്റ് ഇട്ട ID-യുടെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുക. അത് കൃത്യമായിട്ട് സൈബർ സെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ട്രാക്ക് ചെയ്തെടുക്കും. പിന്നെ അച്ഛൻ അതുമായിട്ട് നേരെ കോടതിയിൽ പോയിട്ട് ഒരു ഡീഫർമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു രസത്തിനിടുന്ന കമന്റ്, ആ കമന്റ് നിങ്ങളുടെ കുടുംബം വിൽക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അത് നിങ്ങൾ ഇനിയെങ്കിലും ഓർക്കുക. അതിനുശേഷം മാത്രം ഇത്തരത്തിൽ ഉള്ള കമന്റുകൾ ദയവ് ചെയ്ത് ഇടുക. ക്രൂശിച്ചിട്ടില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചു. ആ തെറ്റ് എന്തുവാന്നുള്ളത് ആ പയ്യൻ തന്നെ വന്ന് സമൂഹത്തോട് പറയേണ്ട പല കാര്യങ്ങൾ കാണും. എനിക്കിപ്പോ പല കാര്യങ്ങളും പബ്ലിക്കിനോട് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. പല കാര്യങ്ങളുണ്ട്. വിത്ത് എവിഡൻസ് ആണ്. വിത്ത് എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് കള്ളത്തരമല്ല, എവിഡൻസ് ഉണ്ട്. പക്ഷെ എനിക്കത് അവരുടെ ഫാമിലി കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എന്നോട് നെയ്ബേഴ്സ് ആയിട്ടുള്ളവര്, ഇവര് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിനടുത്തുള്ളവര് എന്നെ വന്ന് കണ്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. വിത്ത് എവിഡൻസ് ആണ്. പക്ഷെ എനിക്കത് പബ്ലിക്കിൽ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോവാ. ബിഷപ്പ് അങ്ങനെ പറഞ്ഞു, രാഹുലിന്റെ പക്ഷം നിൽക്കുന്നവർ വോട്ട് ചെയ്യട്ടെ. ചെയ്തോ, എനിക്ക് വോട്ടും വേണ്ട. ഞാൻ ബിഗ് ബോസിലും പോകുന്നില്ല. ഞാൻ അതിനല്ല പറയുന്നത്. അദ്ദേഹം ബിഗ് ബോസിൽ പോകുന്നെങ്കിൽ സന്തോഷം. രേണുസുതി ബിഗ് ബോസിൽ പോയി, അവർ തിരിച്ചു വന്നു. ഇദ്ദേഹം ബിഗ് ബോസിൽ പോയി. ഇനി അടുത്ത വർഷം വേറൊരാളായിരിക്കും. അന്നേരം ഇവർ ആരെ എങ്ങനെ എന്റെ പേര് എടുത്തു വെക്കും? ഇപ്പൊ ഒരാഴ്ച കൊണ്ട് എന്നെ വെച്ച് ഇവര് നല്ലപോലെ വീഡിയോ ചെയ്തു. അത് അച്ഛൻ ചോദിച്ചു വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. മറ്റൊന്നുമല്ല, രേണുസുതി ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപായിരുന്നു അച്ഛനും രേണുസുതിയും തമ്മിലുള്ള ഫൈറ്റ് സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിയത്. രേണുസുതി ബിഗ് ബോസ് ഹൗസിൽ പോയ സമയത്ത് പോലും അച്ഛൻ പലപ്പോഴും ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ കിച്ചു ബിഗ് ബോസിലേക്ക് എൻ്റർ ആവാൻ പോകുന്നു എന്നൊരു ന്യൂസ് വന്നു. അതിന് തൊട്ട് പിന്നാലെ അച്ഛൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയാവുന്നു. അത് കിച്ചുവിന് എതിരായിട്ട് അച്ഛൻ നിൽക്കുന്നു എന്ന തരത്തിൽ. ഇനിയിപ്പോൾ ഈ ഒരു സീസൺ കഴിയുമ്പം അടുത്തത് മറ്റൊരു സീസൺ ബിഗ് ബോസ് വരും. അന്ന് വരുന്ന കണ്ടസ്റ്റന്റിന്റെ പേരുമായിട്ട് എങ്ങനെ അച്ഛനെ കൂട്ടിക്കിട്ടും? അതാണ് വലിയൊരു ചോദ്യം. ഇനിയിപ്പം അല്ലെങ്കിൽ രേണുസുതിയുടെ ചേച്ചിയുടെ ഭർത്താവോ ഒക്കെ ബിഗ് ബോസിലോട്ട് വന്നു. അതിന് ഇനിയിപ്പോൾ ചാൻസ് കുറവാണ്. പിന്നെ ഒരു 10-15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഋതപ്പൻ വന്നു കഴിയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്യാം. അല്ലാതെ അതിനകത്ത് കൂടുതലൊന്നും പറയണ്ടില്ല. അരമണിക്കൂർ ഇടവിട്ട് വീഡിയോ ഇടുന്നുണ്ട്. എന്താണെന്നറിയോ? ഡോളറായിട്ടാണ് വരുന്നത്, രൂപയായിട്ടല്ല വരുന്നത്. കാരണം ഇത്ര വ്യൂവേഴ്സിന് ഇത്ര ഡോളർ വെച്ചാ. നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലുണ്ട്. ഞാൻ കൈപൊക്കുന്നുണ്ട്, ചരിഞ്ഞിരിക്കുന്നുണ്ട്, നേരെ ഇരിക്കുന്നുണ്ട്, എല്ലാം എടുത്തു. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്നെ നെഗറ്റീവ് ആക്കും തോറും ഞാൻ ധൈര്യപ്പെട്ട് പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. ഞാൻ രാഹുൽ ദാസിനെയോ രേണുസുതിയോ ഇകഴ്ത്താനോ, ഇനി എന്നെ ഇകഴ്ത്തിക്കൊണ്ട് രാഹുൽ ദാസിനെ പുകഴ്ത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്, എനിക്ക് വിരോധമില്ല. ഞാനൊരു മിഷണറിയായി ഞാൻ ജീവിച്ചു. ഞാൻ അതുകൂടെ പറയുകയാണ്, ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സമൂഹത്തിൽ നിന്നോ 1 രൂപയുടെ സഹായം ഞാൻ പൊതുജനങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചല്ല മിഷണറിയായി ജീവിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇടുന്നവർക്ക് യൂട്യൂബ് ഡോളർ തരും. രാഹുൽ ദാസിന് ബിഗ് ബോസിന്റെ വരുമാനം കിട്ടും. രേണുസുതിക്ക് സ്വന്തം ചാനൽ വഴിയുള്ള വരുമാനം രേണുസുതിക്കുണ്ട്. എനിക്ക് ബ്ലഡ് പ്രഷറും മരുന്നും കുറെ ചീത്ത വിളിക്കുന്ന കമന്റുകളുമേ ഉള്ളൂ. കർമ്മ തിരിഞ്ഞു വരും.
കർമ്മ തിരിഞ്ഞു വരും, ഉറപ്പാണ്. ഞാൻ അനുഭവിക്കുന്ന ഈ ദുഃഖം അത് തിരിഞ്ഞു വരിക തന്നെ ചെയ്യും, തിരിഞ്ഞു വരിക തന്നെ ചെയ്യും. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അറിഞ്ഞിരുന്നുകൊണ്ട് നമ്മളെ സഹായിച്ചവരെ കണ്ണുനീര് കുടിപ്പിക്കരുത്. എനിക്കിത് പറയുകയാണ്. ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇത് കാണുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ സഹായിച്ചവരിലൂടെ കണ്ണു നിറഞ്ഞവർ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ട്. നിരവധി പേരെ സഹായിച്ചവര്, സ്വർണം മേടിച്ചു കൊടുത്തവര്, വീട് വെച്ച് കൊടുത്തവര്, സ്ഥലം കൊടുത്തവര് ഒക്കെ കരയുന്നുണ്ടെങ്കിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. 2 പിള്ളേരെ ചേർത്ത് നിർത്തി. ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സൊമനസാലെ അവർ 5 സെന്റ് സ്ഥലം കൊടുക്കാൻ പറഞ്ഞപ്പോൾ 7 സെന്റ് സ്ഥലം കൊടുത്ത് എന്നെ ക്രൂശിക്കുക. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് രാഹുൽ ദാസിന് ഒരു വീട് സ്ഥലം കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും. നിങ്ങൾ കൊടുക്കുമോ? ഈ രാഹുൽ ദാസിന് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് മോനെ വേറെ വീട് വെക്കും മോനെ എന്ന് പറയുന്നത് എന്തിന്? വീഡിയോ ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും ഇല്ലേ, ഒരു 10-20 വ്ളോഗേഴ്സ് ഇല്ലേ, നിങ്ങൾ ചെന്ന് ചേർന്ന് ഒരു വീട് വെച്ച് കൊടുക്കുമോ? നിങ്ങൾ കൊടുത്തിട്ട് എന്നെ ചീത്ത വിളിക്കൂ. നിങ്ങൾ വീട് വെച്ച് വസ്തു മേടിച്ചു കൊടുത്തിട്ട് എടോ ബിഷപ്പെ കണ്ടോടോ എന്ന് വെച്ച് എന്നെ ചീത്ത വിളിക്കൂ. അത് പറ്റത്തില്ല. ഇവർക്ക് കറക്റ്റ് ഇത്രാം തീയതി $1 വരും. അത് മേടിച്ചിട്ട് എന്നെ 4 പടം വെച്ച് വീഡിയോ ചെയ്ത് നിങ്ങൾ നല്ലപോലെ കാശുണ്ടാക്കിക്കോളൂ. ഇതിനകത്തൊരു കാര്യം പറയാം. ഈ അച്ഛൻ പറഞ്ഞ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളിൽ ഞാനില്ല. കാരണം ബിഷപ്പിനെ കുറിച്ച് പണ്ടും ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇന്നും ഞാൻ ചെയ്യുന്നുണ്ട്. അന്നും ഇന്നും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും കൊടുത്തു തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം അദ്ദേഹം എത്രത്തോളം നല്ല നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ തള്ളി പറയില്ല. പിന്നെ ചില കാര്യങ്ങളിൽ അദ്ദേഹം അമിതമായിട്ട് പ്രകോപനം വരുന്ന രീതിയിൽ സംസാരിക്കുമായിരിക്കും. അതൊരു മനുഷ്യന്റെ നേച്ചറാണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഞാനല്ല എൻ്റെ റിയൽ ലൈഫിൽ. അതെൻ്റെ വീട്ടുകാർക്കറിയാം, എൻ്റെ കൂട്ടുകാർക്കറിയാം. ഒരു സെക്കൻഡിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്ത് കൂട്ടുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എന്നെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതേ രീതിയിൽ തിരിച്ചടിക്കും. അത് ചിലപ്പോൾ നാവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൈക്കരുത്ത് കൊണ്ടായിരിക്കാം. ആ കാര്യത്തിൽ ഒരു മടിയില്ല. അതേ കണക്ക് ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികനും. സോ അദ്ദേഹത്തിന് ചില സമയത്ത് സാധാരണ മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ വിചാരങ്ങളും വരും. അതായത് ദേഷ്യം, സ്നേഹം, കരുണ, അങ്ങനെ എല്ലാ വികാരങ്ങളും ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വരും. അല്ലാതെ അദ്ദേഹം ബിഷപ്പായതുകൊണ്ട് മാത്രം അതെല്ലാം കടിച്ചമർത്തി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. അതിപ്പം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിലായാലും നിലവിലെ പോപ്പായാലും അവരെല്ലാവരും മനുഷ്യർ തന്നെയാണ്. മജ്ജയും മാംസവും എല്ലാം ഉള്ള മനുഷ്യർ. അവരങ്ങനെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചു പോകും. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.